ദൃശ്യം 3. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. എല്ലാവിധ ആശംസകളും ടു ദ കംപ്ലീറ്റ് ആക്ടർ. അപ്പോൾ ദൃശ്യത്തിന്റെ റിവ്യൂയിലേക്ക് വരാം. നല്ല അടിത്തറയുള്ള ഒരു ഒന്നാം നിലയും അതുപോലെ തന്നെ നല്ല ഉഷാറുള്ള ഒരു രണ്ടാം നിലയും കഴിഞ്ഞ് മൂന്നാം നിലയിലേക്ക് പണിയുമായിട്ട് വലിയ മേസ്തിരിയും പണിക്കാരും എല്ലാവരും കൂടെ കയറി അടിത്തറ നല്ല സ്ട്രോങ് ആയ ഒന്നാം നിലയുടെയും നല്ല ഉഷാറായ രണ്ടാം നിലയുടെയും അത്രയും വെച്ച് നോക്കുമ്പോൾ മൂന്നാം നിലയ്ക്ക് അത്ര അങ്ങോട്ട് ഭംഗിയായിട്ടില്ല. പക്ഷെ മോശമല്ല. വലിയ മേസ്ത്രി ജിത്തി ജോസഫും കോൺട്രാക്ടർ ആശീർവാദ് സിനിമാസും കൂടി മൂന്നാമത്തെ ദൃശ്യം 3 പണിതുയർത്തിയപ്പോൾ ഒന്നാമത്തെ നിലയും രണ്ടാമത്തെ നിലയും വെച്ച് നോക്കുമ്പോൾ മൂന്നാമത്തെ നിലയ്ക്ക് കുറച്ചൊരു ഭംഗിക്കുറവുണ്ടെന്ന് തോന്നല്. അത്രേ ഉള്ളൂ. മോശം നിലയല്ല, മോശം മൂന്നാം പാർട്ടല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫാക്ട്. ഒരു സ്റ്റാൻഡ് അലോൺ പടമാണെങ്കിൽ ഈ പടം സൂപ്പറാ. പക്ഷെ കമ്പയർ ചെയ്യുമ്പോ ദൃശ്യം 1 എന്ന ക്ലാസിക്കും ദൃശ്യം 2 എന്ന് പറയുന്ന ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ എന്റർടൈനറും വെച്ച് നോക്കുമ്പോൾ ദൃശ്യം 3 നമുക്ക് അത്ര അങ്ങോട്ട് ജോർജ് കുട്ടി നമുക്ക് അത്ര അങ്ങോട്ട് തന്നിട്ടില്ല. എന്ന പടം മോശമല്ല. അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഈ പടത്തിൽ പ്ലോട്ടുണ്ട്, ഇമോഷനുണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ നമുക്ക് കുറച്ചൊന്നും ഇതെന്തായി തീരും എന്ന് പറയുന്ന ആ ഒന്നിലെയും രണ്ടിലെയും പോലെ അല്ലാത്ത വേറൊരു കൈൻഡ് ഓഫ് ടെൻഷനും ഇമോഷനും ആ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എൻഗേജിങ് ആക്കി നിർത്തുന്ന ഒരു ദൃശ്യം 3. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. മോശം സിനിമയല്ല. അക്കാര്യത്തിൽ ധൈര്യമായിട്ട് പോയി കാണാം. ദൃശ്യം 1, 2, 3. ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3 അത് ഇങ്ങനെ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. ക്ലാസിക് ട്വിസ്റ്റ് ആൻഡ് ടേൺ എന്റർടൈനർ. ഇതൊരു ഇമോഷണൽ അല്ലെങ്കിൽ എന്താ പറയാ ഇമോഷണൽ ഡ്രാമയാണ്. ചിലൊരു ഇമോഷണൽ ഡ്രാമയാണ്. 1ലും 2ലും എന്താണോ 1ൽ ആ മനുഷ്യന് പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരൻ ചെയ്തത്, രണ്ടാമത്തേൽ ആ പുള്ളിക്കാരൻ പ്രിപ്പയർഡ് ആയിരുന്നു. പല കാര്യങ്ങളും പ്രിപ്പയർഡ് ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും ജോർജുട്ടിയുടെ ലൈഫിലേക്ക് ഈ ഒരു കഷ്ടകാലം പിടിച്ച ഈ ഒരു കേസ് പൊങ്ങി വരാം. അയാൾ പ്രിപ്പയർഡ് ആയിരുന്നു. 3ലും ഈ പറഞ്ഞ പോലെ അയാൾ അത്ര പ്രിപ്പയർഡ് അല്ല. പക്ഷെ അയാൾ ഉള്ളില് അയാൾക്ക് അറിയാം അയാളെ തിന്നാൻ ഈ തിമിംഗലം ഒരു ദിവസം വരും എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. പക്ഷെ അയാളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി വേറൊരു പാറ്റേണിലേക്ക് നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഈ പറയുന്ന കേസ് റീഓപ്പൺ ആവുന്നു. അങ്ങനെ കയറി വരുന്നു ആ പ്രശ്നങ്ങള്. ഒരു നല്ല കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു അഡീഷണൽ ആയിട്ടൊരു പുതിയ ക്യാരക്ടർ ഇന്നില്ല. ഒരു പുതിയ ക്യാരക്ടറിനെ കൊണ്ട് ഇന്നാക്കിയിട്ടില്ല. ഈ പുട്ടിന് പീരിയടുന്ന പോലെ കുറച്ച് പുതിയ കുഞ്ഞു ഫേസുകൾ വന്നു പോകുന്നതല്ലാതെ ഈ കഥയുടെ വിഷയം ക്യാരക്ടേഴ്സ് കഥയെ ഒന്നും കൂടെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഈ കഥയ്ക്ക് വേറൊരു പുതിയൊരു ക്യാരക്ടർ വന്നിട്ട് കിട്ടാനിരിക്കുന്ന ഒരു പുതിയ ഇമ്പാക്ട് അങ്ങനെയില്ല. പുതിയൊരു ക്യാരക്ടർ ഇന്നില്ല. നിങ്ങൾ കണ്ടു നോക്കൂ. അതായത് ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ കിഡിലം. നമ്മളിങ്ങനെ എന്താ പണ്ടാരടങ്ങാൻ എന്താ സംഭവം എന്ന് പറഞ്ഞു നിൽക്കും. പക്ഷെ ക്ലൈമാക്സിലേക്ക് വരുമ്പോ എനിക്കൊന്ന് ജിത്തി ജോസഫ് ഈ പ്രാവശ്യം പറഞ്ഞത് കുറച്ചൊക്കെ സത്യമുണ്ട്. ഭയങ്കര വലിയ ട്വിസ്റ്റും ഭയങ്കര വലിയ സർപ്രൈസും സസ്പെൻസും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് അത് പ്രതീക്ഷിക്കണ്ട. ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഈ പടം. സത്യം പറഞ്ഞ ഇമോഷണൽ ഡ്രാമയാണ്. ആ ഒരു
ജോർജ് കുട്ടിയുടെ ഒരു 3-ാം ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യം 3 ഒരു മോശം സിനിമയല്ല, ഓക്കെ വാച്ചാണ്. ഓക്കെ വാച്ച്. സോ വാച്ച് ദൃശ്യം 3 ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ.